നയനയെ ഡേവിഡ് തന്നെ മുൻകൈയെടുത്ത് കോളേജിൽ നിന്നും പറഞ്ഞു വിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. പിള്ളേർക്ക് വീട്ടിൽ നിന്നും ലൈസൻസ് കിട്ടിയതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും പിള്ളേര് പ്രേമിച്ചു. ഒരു തിരുവോണ ദിവസം തിരുവോണം പ്ലാത്തോട്ടത്തിലും അവിട്ടും കുരിശിങ്കലിലും ആഘോഷിക്കാൻ തീരുമാനിച്ചു. പ്ലാത്തോട്ടത്തിൽ മമ്മിമാരെല്ലാം അടുക്കളയിൽ ജോലിയിലാണ്. പിള്ളേരെല്ലാം കപ്പിൾസായിട്ട് പല വഴിക്കും തിരിഞ്ഞിട്ടുണ്ട്. ദേവിയുടെ മടിയിൽ ഇരിക്കുകയാണ് സായ. അവൻ രണ്ട് കൈകളും അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ തോളിലേക്ക് മുഖമൂന്നിയിരിക്കുകയാണ്. അവളാണെങ്കിൽ അവൻ്റെ ഫോണിൽ വരുന്ന മെസ്സേജസും മറ്റും വായിച്ചു നോക്കുകയാണ്. ഏതെങ്കിലും പെൺപിള്ളേർ മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നാണ് കക്ഷി നോക്കുന്നത്. ഇതാരാ? ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് കണ്ടതും അവളത് അവന് നേരെ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അവൾ എൻ്റെ കൂടെ പഠിച്ചതാ, ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഡിഗ്രി പഠിച്ചത്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ആ പെൺകുട്ടിയുടെ മെസ്സേജസ് വായിച്ചു നോക്കാൻ തുടങ്ങി. അതിൽ അവൾ ഡേവിയെ പ്രപ്പോസ് ചെയ്യുന്നതും അവൻ അവളെ ഒഴിവാക്കുന്നതുമായിട്ടുള്ള മെസ്സേജസ് ആയിരുന്നു. അവൾ അതൊക്കെ വായിച്ചു നോക്കിയതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പിന്നെ അവളുടെ കോണ്ടാക്റ്റ് എടുത്തിട്ട് അവൾ തന്നെ ബ്ലോക്ക് ചെയ്തു. ഇച്ചായൻ്റെ ഫാൻസിനെ കൊച്ചിന് ഇഷ്ടമായില്ലേ? അവളുടെ പ്രവൃത്തി കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് അവൾ പുച്ഛിച്ചു. എന്തിനാടാ ഇങ്ങനെ മുഖം വീർപ്പിക്കുന്നേ? അവൾ ഇങ്ങോട്ടല്ലേ പ്രപ്പോസ് ചെയ്യുന്നത്, ഞാനെന്ത് ചെയ്യാനാ? പിന്നെന്തിനാ ഇവളുമാരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യാൻ നിൽക്കുന്നേ? അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ചെയ്യുന്നില്ല പോരെ, എനിക്ക് എൻ്റെ കൊച്ചിനെ മതി. അവൻ അവളെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഈ ബ്ലോക്ക് മാറ്റരുത് കേട്ടല്ലോ? അവൾ കൈ ചൂണ്ടി പറഞ്ഞു. ആയിക്കോട്ടെ. അവൻ ചിരിച്ചു. ഇച്ചായൻ ഒരു കിസ് തരട്ടെ? അവൻ ചോദിച്ചതും അവൾ അവനെ നോക്കി. എന്തേ? അവൻ പുരികം പൊക്കി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചുമലനക്കി. അവൻ അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. കൈകൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അവരിരുവരും പരസ്പരം മത്സരിച്ച് ചുംബിച്ചുകൊണ്ടിരുന്നു. ഏറെ നിമിഷത്തിന് ശേഷം അവൻ അവളെ മോചിപ്പിക്കുമ്പോൾ അവർ രണ്ടുപേരും നല്ലതുപോലെ കിതച്ചിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുന്ന അവളെ കണ്ടതും അവൻ കളിയാക്കി ചിരിച്ചു. അവൾ കുറുമ്പോടെ അവനെ നോക്കിയതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് ചുംബിച്ചു. റോണിയും എമിയും ഇപ്പോൾ കപ്പിൾ റീൽസ് ഒക്കെയാണ് എടുക്കുന്നത് എപ്പോഴും. അവൾ ഓരോന്ന് കാണുമ്പോൾ അതൊക്കെ നമുക്കും ചെയ്യാം മിച്ചായ എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവനിതൊക്കെ ചെയ്യാൻ സമ്മതിക്കുന്നത് അവളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ് അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ പെൺപിള്ളേരുടെ കമൻസും മറ്റും വായിക്കാനാണെന്ന് പാവം എമിക്ക് അറിയില്ല. അവൻ അവളുടെ നെറ്റിയിലും കവളിലും ചുംബിക്കുമെന്നല്ലാതെ ലിപ് കിസ് ഒന്നും ചെയ്യാൻ ശ്രമിക്കാറില്ല. സണ്ണിയും ഐഷുവും പിന്നെ തരം കിട്ടിയ കിസ്സിങ് തന്നെയാണ്. അവിടെ പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. അവന് തോന്നുമ്പോൾ എല്ലാം അവളെയും, അവൾക്ക് തോന്നുമ്പോൾ അവളും പോയി അവനെയും കിസ് ചെയ്യും. അലക്സ് പാത്തുവിനെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയേക്കാണ്. ഇത് നോക്കിക്കേ പാത്തു, ഇത് സൂപ്പർ അല്ലേ? ഒരു റെഡ് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ വരുന്ന പട്ടുപാവാട എടുത്തു കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. ഇത് കൊള്ളാം, അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനത് പാക്ക് ചെയ്ത് വാങ്ങിയിട്ട് അവളെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. ഇച്ചായ നിർത്തിക്കേ, നിർത്ത്. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. എന്താ കുഞ്ഞാ? അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ മറുവശത്ത് കാണുന്ന ഐസ്ക്രീം പാർലറിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു. ഐസ്ക്രീം വേണോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ വേണമെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. ഇച്ചായം വാങ്ങിയിട്ട് വരാട്ടോ, മോളിവിടെ ഇരിക്കണേ. അവൻ പറഞ്ഞതും അവൾ സമ്മതിച്ചു. അവൻ അവളെ അവിടെ ഇരുത്തിയിട്ട് ഐസ്ക്രീം വാങ്ങാൻ മറുവശത്തേക്ക് ക്രോസ് ചെയ്തു പോയി. അവൻ പോകുന്നതും ഐസ്ക്രീം വാങ്ങുന്നതെല്ലാം അവൾ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവൻ ഇരു കൈകളിലും ഓരോ ഐസ്ക്രീം വാങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്യാനും ഒരു ലോറി ഇപ്പുറത്തു നിന്നും വന്നതും ഒന്നിച്ചായിരുന്നു. അത് കണ്ടതും അവനെ തന്നെ നോക്കിയിരുന്ന അവൾ ഞെട്ടി. ലോറിക്കാരൻ പെട്ടെന്ന് സൈഡിലേക്ക് വെട്ടിത്തിരിച്ചതും അത് അലക്സിനെ തട്ടിയില്ല എന്നുള്ള രീതിയിൽ കടന്നുപോയി. ഇച്ചായ, അവളുടെ നിലവിളി അവിടെ മുഴുകി കേട്ടു. ഒരു നിമിഷം അവനും വല്ലാതെയായി. എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് ചിന്തിക്കാൻ അവനും കുറച്ചു സമയം വേണ്ടി വന്നിരുന്നു. അവൻ പെട്ടെന്നോടി അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ സൈഡിലെ ഡോറ് തുറന്നതും അവൾ മയങ്ങി അവൻ്റെ സൈഡിലേക്ക് തന്നെ വീണു. പാത്തു, മോളെ, പാത്തു. അവൻ അവളുടെ കവളിൽ തട്ടി വിളിച്ചു. അവൾ കണ്ണുകൾ തുറക്കാഞ്ഞതും അവൻ്റെ മനസ്സിലൂടെ പലതും കടന്നുപോയി. അവൻ പെട്ടെന്ന് ഡ്രൈവർ സീറ്റിലേക്ക് കയറി വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. പോകുന്ന വഴി ഡേവിയും സണ്ണിയും വിളിച്ചു കാര്യം പറഞ്ഞു. അവർ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞതും അവൻ അവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. അലക്സിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് ഓർമ്മ തിരികെ വരികയാണെങ്കിൽ പോലും അവനെ മറന്നുപോകല്ലേ എന്ന് മാത്രമായിരുന്നു അവൻ്റെ പ്രാർത്ഥന. ഡേവിയും സണ്ണിയും റോണിയും ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. എടാ, അവളിനെ മറന്നു പോകുമോ? ഡേവിയെ കണ്ടതും അവൻ കണ്ണുകൾ നിറച്ച് ചോദിച്ചു. ഇല്ലടാ, നീ വിഷമിക്കാതിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, നമുക്ക് നോക്കാം. ഡേവി അവനെ സമാധാനപ്പെടുത്തി. ചാച്ചാ, അവക്കിപ്പോൾ? സണ്ണി സംശയത്തോട് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. അത് എന്നെ ആ ലോറി ഇടിക്കാൻ വന്നതിൻ്റെ ഷോക്കായിരുന്നു. കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ബോധം വരട്ടെ എന്ന് പറഞ്ഞു. അലക്സ് അവരെ നോക്കി പറഞ്ഞു. അലക്സ് ആരാ? അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ഒരു നേഴ്സ് വന്ന് അവരോട് ചോദിച്ചു. ഞാനാ.
അലക്സ് പറഞ്ഞതും അവനെ ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. എടാ, അലക്സ് ദയനീയമായി അവരെ എല്ലാവരെയും നോക്കി. ഒന്നുമില്ലടാ, നീ പോയിട്ട് വാ. അവർ പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. ഡോക്ടർ അവൻ വിളിച്ചതും അയാൾ അവനോട് കയറി വരാൻ പറഞ്ഞു. അലക്സ്, താൻ അമരിയെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. അയാൾ പറഞ്ഞതും അവൻ തലയാട്ടി. പാത്തു, അവൻ അവളുടെ നെറുകയിൽ തലോടി നിറഞ്ഞ കണ്ണുകളോടെ വിളിച്ചു. ഒന്നും കൂടി വിളിക്ക അലക്സ്, അയാൾ വീണ്ടും അവനോട് പറഞ്ഞു. പാത്തു മോളെ. അവൻ വീണ്ടും വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. ആ നേരം അത്രയും അവൻ്റെ നെഞ്ച് ശക്തിയായി ഇടിച്ചു. തന്നെ മറന്നു പോകല്ലേ എന്ന് അവൻ പല ആവർത്തി പ്രാർത്ഥിച്ചു. അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് ചുറ്റിനും നോക്കി. പിന്നെ അലക്സിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ പാത്തു, എന്താ നോക്കുന്നേ? അവൾ നോക്കുന്നത് കണ്ടതും അവൻ ചോദിച്ചു. ഇച്ചായ, പപ്പയും മമ്മിയും മരിച്ചുപോയി. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അവനവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും അവളും അവനെ ചേർത്ത് പിടിച്ചു. പാത്തുവിന് എന്നെ മനസ്സിലായോ? അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ആകാംക്ഷയോട് ചോദിച്ചു. ഇച്ചായൻ. അവൾ പറഞ്ഞതും അവനവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അമരയ്ക്ക് പഴയതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഡോക്ടർ സംശയത്തോടെ അവളോട് ചോദിച്ചു. അപ്പോഴേക്കും സണ്ണിയും ഡേവിയും ഒക്കെ അകത്തേക്ക് വന്നിരുന്നു. അറിയില്ല, വല്ലാത്ത തലവേദന പോലെ തോന്നുന്നു. പപ്പയും മമ്മിയും ആക്സിഡൻറ്റ് മരിച്ചില്ലേ? വലിയ പപ്പ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇച്ചായൻ എന്നെ മിന്നുകെട്ടി. അവൾ പറഞ്ഞുകൊണ്ട് കഴുത്തിൽ തപ്പി നോക്കാൻ തുടങ്ങി. പിന്നെ ടോപ്പിനടിയിൽ കിടന്ന മിന്നെടുത്ത് പുറത്തേക്കിട്ടു. അപ്പോൾ എല്ലാം ഓർമ്മയുണ്ടല്ലോ അമരയ്ക്ക്? ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഇതൊക്കെ ആരാണെന്നറിയുമോ? അയാൾ അവരെയൊക്കെ ചൂണ്ടി ചോദിച്ചതും പാത്തു എല്ലാവരുടെയും പേര് പറഞ്ഞു. അത് കേട്ട് അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അലക്സിനിപ്പോൾ സന്തോഷമായില്ലേ? കേട്ടോ അമരിയ, തനിക്ക് ബോധം വരുമ്പോൾ താൻ അലക്സിനെ മറന്നു പോകുമെന്നായിരുന്നു അലക്സിൻ്റെ പേടി. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. ഡോക്ടർ, ഇനി ഇവൾ പഴയതുപോലെ ആകുമോ? അലക്സ് സംശയത്തോടെ അയാളോട് ചോദിച്ചു. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞത് അലക്സിന് ഓർമ്മയില്ലേ? ഇതുപോലെയുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അമരയ്ക്ക് ഓർമ്മ തിരികെ വരുമെന്ന്. അപ്പോഴൊക്കെ നമ്മൾ പേടിച്ചത് ബോധം വരുമ്പോൾ ഇപ്പോൾ ഉള്ളത് മറന്നു പോകുമോ എന്നായിരുന്നു. ബട്ട് ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അമരിയ നോർമലാണ്. നമ്മൾ പേടിച്ച പോലെയൊന്നും സംഭവിച്ചില്ല. ഞാൻ കുറച്ച് ടാബ്ലറ്റ് എഴുതിത്തരാം, മുടങ്ങാതെ കഴിക്കണം കേട്ടോ. ഡോക്ടർ പറഞ്ഞതും അവൾ തലയാട്ടി. മരിയ, ഡീ, ഇവൾ എന്തെടുക്കുവാ? എടി, കഥക് തുറക്ക്. ദേ, നിന്നെ തിരക്കി ആരോ വന്നിരിക്കുന്നു. അന്ന വാതിലിൽ തട്ടിക്കൊണ്ട് അവളെ വിളിച്ചു. തൻ്റെ പഴയ കാര്യങ്ങൾ മിന്നായം പോലെ ഓർത്തുകൊണ്ടിരുന്ന അവൾ മുട്ടിൽ നിന്നും മുഖമൂന്നിക്കൊണ്ട് എഴുന്നേറ്റു. എടി, കഥക് തുറക്കടി. അന്ന വീണ്ടും വിളിച്ചതും അവൾ മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് എഴുന്നേറ്റു. പിന്നെ ചെന്ന് വാതിൽ തുറന്നു. നീ ഇത്രയും നേരം എന്തെടുക്കുകയായിരുന്നു? ദേ, ഈ സാറ് നിന്നെ തിരക്കി വന്നതാ. നിന്റെ ചെയിൻ ഈ സാറിന് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടി. അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തന്നതാ. അന്ന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചെയിനോ? എനിക്ക് ചെയിൻ ഇല്ലല്ലോ. അവൾ സംശയത്തോട് പറഞ്ഞു. സർ, ഇത് ഇവളുടെ ചെയിൻ അല്ലെന്നാ പറയുന്നേ. അന്ന ഫോൺ ചെയ്ത് തിരിഞ്ഞു നിന്ന ആളിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി. അതാരാണെന്നറിയാൻ വാതിലിൽ നിന്നും എത്തി നോക്കിയ അവള് തിരിഞ്ഞു നോക്കി അവനെ കണ്ട് ഞെട്ടി. ഇച്ചായൻ. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. എന്താടി നീ ഞെട്ടുന്നേ? ഇതാരാ? പാത്തുവിൻ്റെ ഞെട്ടൽ കണ്ട് അന്ന സംശയത്തോട് ചോദിച്ചു. എങ്ങനെ ഞെട്ടാതെ ഇരിക്കും? സ്വന്തം ഭർത്താവിനെ 2 വർഷത്തിന് ശേഷം പെട്ടെന്ന് മുമ്പിൽ കാണുമ്പോൾ ഏത് പെണ്ണും ഞെട്ടുമല്ലോ, അല്ലേ മിസ്സിസ് അമരിയ അലക്സ്? അവൻ പുച്ഛത്തോട് ചോദിച്ചു. ഇച്ചായ, ഞാൻ. അവൾ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു. പോയി എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വാ. നിന്റെ ഇവിടുത്തെ പഠിപ്പും ജോലിയൊക്കെ മതി, പോയിട്ട് വാ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. മനസ്സിലായി. പിന്നെന്തിനാ നിൽക്കുന്നേ? പോയി എടുത്തിട്ട് വാ. അത് ഇച്ചായ, എനിക്കിവിടെ പ്ലേസ്മെൻറ്റിൽ ജോലി കിട്ടി. എനിക്കൊന്നും കേൾക്കണ്ട. നിന്നോട് പറഞ്ഞത് മാത്രം നീ ചെയ്താൽ മതി. ഇനി എന്നേക്കാൾ വലുതാണ് നിനക്ക് ഇവിടുത്തെ ജോലിയെങ്കിൽ ഓക്കെ. പിന്നെ നീ എന്നെ തിരക്കി നാട്ടിലേക്ക് വരരുത്. നമ്മൾ തമ്മിലുള്ള ബന്ധം അതിന്ന് അവസാനിച്ചിരിക്കും. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ ദയനീയമായി അവനെ നോക്കി. നിനക്ക് ഇവിടെ തന്നെ PG ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഇനി നിന്റെ ഇഷ്ടത്തിന് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീയായിട്ട് വന്നില്ലെങ്കിൽ വലിച്ചിഴച്ച് ഞാൻ കൊണ്ടുപോകും. എന്നെ ശരിക്കും അറിയില്ല നിനക്ക്. നിന്റെ താളത്തിനൊത്ത് ഇനി തുള്ളാൻ എന്നെ കിട്ടില്ല. അതുകൊണ്ട് അത് വേണോ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരണോ എന്ന് നീ ആലോചിക്ക്. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ്റെ ഒച്ചയും ദേഷ്യത്തോടെയുള്ള സംസാരവും കേട്ടതും അടുത്തു നിന്നുള്ള ഫ്ലാറ്റിലെ ആളുകളൊക്കെ എത്തി നോക്കാൻ തുടങ്ങി. ഇച്ചായ, ദേ എല്ലാവരും നോക്കുന്നു. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ ഇച്ചായ. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചുറ്റിനെ നോക്കി. ഫ്ലാറ്റിൽ നിന്നുള്ള എല്ലാവരും എന്താ സംഭവം എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിയതും അവൾ ദയനീയമായി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി. അവൾ അവനെ നിർബന്ധിച്ച് ഫ്ലാറ്റിനുള്ളിലേക്ക് കയറ്റി. അന്നയും അവരുടെ പുറകിൽ കയറി വാതിൽ ലോക്ക് ചെയ്തു. അവൻ ഹാളിലേക്ക് കയറിക്കൊണ്ട് ചുറ്റിനും ഒന്ന് നോക്കി. അത്യാവശ്യം നല്ലൊരു ഹാളും മറ്റുമായിരുന്നു അത്. നീ എന്നാ ഹോസ്റ്റലിൽ നിന്ന് മാറിയത്? അവൻ പാത്തുവിനെ നോക്കി ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി.
ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ കൊണ്ടാക്കിയ ഹോസ്റ്റലിൽ നിന്നും നീ എന്നാ ഇങ്ങോട്ട് മാറിയതെന്ന്. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനൊന്ന് അമർത്തി മൂളി. ചേട്ടന് ചായ എടുക്കട്ടെ? അന്ന അവരുടെ ഇടയിൽ നിന്ന് മാറാമെന്ന് കരുതി ചോദിച്ചു. കോഫി മതി, അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഇച്ചായ, അവൾ പേടിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകളെ തട്ടിയെറിഞ്ഞിട്ട് സോഫയിലേക്കിരുന്നു. ഇച്ചായ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഞാൻ അത് എന്താ നിന്റെ കാരണം? ഇത്രയും നാൾ, ഈ 2 വർഷം എന്നെ ഒന്ന് വിളിക്കുക കൂടി ചെയ്യാതെ എൻ്റെ മെസ്സേജിന് വല്ലപ്പോഴും മാത്രം റിപ്ലൈ തന്ന് എന്നെ അവോയ്ഡ് ചെയ്ത് എന്തിനായിരുന്നു? പറയടി. നിന്റെ ആഗ്രഹത്തിന് വേണ്ടി അവിടെ എങ്ങും പഠിപ്പിക്കാതെ നിന്നെ ഇവിടെ കൊണ്ടാക്കി. നിനക്ക് വേണ്ടി ഹോസ്റ്റൽ സെറ്റ് ചെയ്ത് തന്നിട്ട് പോയവനാ ഞാൻ. അതും സണ്ണിയുടെയും റോണിയുടെയും ഒക്കെ വാക്കുകൾ മറന്നിട്ട്. നിന്നെ വിടേണ്ട എന്നവർ പലതവണ പറഞ്ഞപ്പോഴും നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും എതിരെ പറയാത്ത ഞാൻ അതും ചെയ്തു തന്നു. 2 മാസം നീ എന്നെ വിളിച്ചു. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ നീ പഠിക്കാനുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. എൻ്റെ മെസ്സേജ് സീൻ പോലും ചെയ്യാതെയായി. നിന്റെ ആഗ്രഹപ്രകാരം കൊറോണ കൂടെ വന്നപ്പോൾ പിന്നെ ഒരു വിവരവും ഇല്ല. എനിക്ക് വരാനും പറ്റില്ലല്ലോ. അതൊക്കെ നിന്നേക്കാൾ നന്നായിട്ട് ആര് മുതലെടുത്ത് കാണില്ല. അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ഇച്ചായ, നിനക്ക് നീ ആഗ്രഹിക്കുന്നത് പോലെ PG ചെയ്യണം, പപ്പയുടെ മമ്മിയുടെ ആഗ്രഹം സാധിക്കണം എന്നൊക്കെ നീ എന്നോട് ആഗ്രഹം പറഞ്ഞിട്ടല്ലേടി ഒരു കുഞ്ഞു പോലും അതിനിടയിൽ വേണ്ടെന്ന് ഞാൻ വെച്ചത്. നിനക്ക് അങ്ങനെ പോലും ഒന്നിനും ഒരു മുടക്കം വരരുതെന്ന് കരുതിയിട്ടല്ലേടി ഒരു ഫിസിക്കൽ റിലേഷൻ പോലും ഞാൻ നമുക്കിടയിൽ വേണ്ടെന്ന് വെച്ചത്. അതൊക്കെ തെറ്റായിപ്പോയി. അന്നേ അങ്ങനെയൊക്കെ ചെയ്തൊരു കൊച്ചിനെ തന്ന് വീട്ടിലിരുത്തിയാൽ മതിയായിരുന്നു. അവളുടെ എല്ലാ ആഗ്രഹത്തിനും കൂടെ നിന്നാത്ത അവസാനം ഞാൻ വെറും പട്ടിയായി. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇച്ചായ, സോറി. ഞാൻ വയ്യ പാത്തു. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്നറിഞ്ഞിട്ടും ഞാൻ എല്ലാത്തിനും കൂട്ടി എന്നിട്ട് എന്തിനാടി എന്നെ അവോയ്ഡ് ചെയ്ത് നിർത്തിയത്? ഞാനിനി എന്തെങ്കിലും തെറ്റ് ചെയ്തോ നിന്നോട്? അവൻ ദയനീയമായി ചോദിച്ചു. അങ്ങനെ പറയില്ല ഇച്ചായ. എന്നെ സ്നേഹിക്കുകയും കരുതുകയും എൻ്റെ എല്ലാ ഇഷ്ടത്തിനും കൂടെ നിൽക്കുന്ന ഇച്ചായൻ എന്നോട് എന്ത് തെറ്റ് ചെയ്യാനാ? അപ്പോൾ നിനക്കറിയാം ഇതൊക്കെ അല്ലേ? അറിയാം. പിന്നെ നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്? അത് ഒന്നുമില്ല ഇച്ചായ. ഞാൻ പെട്ടെന്ന് എനിക്കങ്ങനെ തോന്നി. എല്ലാത്തിൽ നിന്നൊന്ന് മാറി നിൽക്കണമെന്ന് തോന്നി. അതുകൊണ്ടാ. അല്ലാതെ ഒന്നുമില്ല ഇച്ചായ. ശരി, അതിന് നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്തേ? അത് എനിക്ക് ഇച്ചായൻ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും തിരികെ നാട്ടിലേക്ക് വരുവാൻ തോന്നുമായിരുന്നു. അതുകൊണ്ടാ. നീ പറയുന്ന കള്ളം ഞാൻ വിശ്വസിക്കണം അല്ലേ? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. കള്ളമല്ല ഇച്ചായ. മതി പാത്തു. നീ ഈ പറയുന്നതെല്ലാം എന്നെ ബോധിപ്പിക്കാനുള്ള വെറും കള്ളത്തരമാണെന്ന് നിന്റെ ഈ കണ്ണുകൾ പറയുന്നുണ്ട്. ശരി, നിനക്ക് വേണ്ടി ഞാൻ ഇത് വിശ്വസിച്ചെന്ന് നീ കരുതിക്കോ. ഞാൻ നാളത്തേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സും നിനക്ക് വേണ്ടുന്നതൊക്കെ പാക്ക് ചെയ്തിട്ട് ഇന്ന് തന്നെ നീ എൻ്റെ കൂടെ വരണം. അതിച്ചായ, അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. ഇനി നീ എൻ്റെ മുമ്പിലിരുന്ന് അതിച്ചായ ഇതിച്ചായ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പണ്ടെൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. അന്ന് പിന്നെ നിനക്കൊന്നും ഓർമ്മയില്ലാത്ത സമയമാണ്. ഇപ്പം നിനക്ക് ബോധത്തിന് ഒരു കുറവില്ലല്ലോ. നല്ലത് ഞാൻ തരും. വെറുതെ വാങ്ങിച്ച് കൂട്ടരുത്. അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി എന്താണെന്ന് വെച്ചാൽ പാക്ക് ചെയ്യ്. അവൻ പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അന്ന 2 കപ്പിലായിട്ട് കോഫി എടുത്തുകൊണ്ട് വന്നു. ഒന്ന് അവൾക്ക് കൊടുത്തിട്ട് മറ്റേത് അവന് നേരെ നീട്ടി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങി. തനിക്ക് ഇപ്പം മനസ്സിലായോ ഞാൻ ആരാണെന്ന്? അലക്സ് ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. മരിയയുടെ ഇച്ചായനല്ലേ? ഇപ്പം മനസ്സിലായി. അവൾ പറയുന്നത് കേട്ടതും അവൻ ചിരിച്ചു. അത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ ചേട്ടാ? ചെയിൻ്റെ കള്ളത്തരം പറയണമായിരുന്നോ? അതെനിക്കറിയില്ലല്ലോ. എന്നെ ഒഴിവാക്കാൻ ഇനി അവൾ എന്തേലും കള്ളത്തരം തന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അന്നയും പുഞ്ചിരിച്ചു. അത് കേട്ടതും പാത്തു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി. ഞാൻ ഇവളെ കൊണ്ടുപോകുക നാട്ടിലേക്ക്. അവിടെ ഇവൾക്ക് കൂടി അവകാശപ്പെട്ട കമ്പനിയുണ്ട്. അതുള്ളപ്പോൾ ഇവിടെ ശമ്പളത്തിന് ഇവളെ ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എങ്കിൽ എനിക്കിവിടെ അവിടെ ജോലി താ ചേട്ടാ. ഇവളില്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്തിനാ ഇവിടെ? അന്ന ചിരിയോടെ ചോദിച്ചു. അതിനെന്താ, താ സൗകര്യം പോലെ നാട്ടിലേക്ക് വാ. തനിക്കേട്ടൊരു സ്ഥാനം എൻ്റെ ഓഫീസിൽ കാണും, പോരെ? അവൻ ചിരിയോടെ ചോദിച്ചതും അവളും ചിരിച്ചു. അലക്സ് പാത്തുവിനെ നോക്കി. അവൻ്റെ നോട്ടം മനസ്സിലായതുപോലെ അവൾ പേടിച്ച് ബെഡ്റൂമിലേക്ക് നടന്നു. പിന്നെ ബാഗും എടുത്തിട്ട് ഡ്രസ്സൊക്കെ അതിൽ പെറുക്കി വെക്കാൻ തുടങ്ങി. അന്നയും അലക്സും അതിനിടയിൽ നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചിരുന്നു. പാത്തു ഡ്രസ്സൊക്കെ ആയിട്ട് റൂമിൽ നിന്നും ഇറങ്ങി വന്ന് അലക്സിനെ നോക്കി. അന്നക്കുട്ടി, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ? പാത്തു ഇറങ്ങി വന്നത് കണ്ടതും അവൻ അന്നയെ നോക്കി പറഞ്ഞു. എനിക്ക് ചേട്ടൻ്റെ കമ്പനി ജോലി ഉറപ്പല്ലേ? ഞാനിവിടെ റിസൈൻ ചെയ്തിട്ട് അങ്ങോട്ട് വരുവേ. അവിടെ വന്നു കഴിഞ്ഞിട്ട് ജോലിയില്ലെന്ന് പറയരുത്. അവൾ ചിരിയോടെ പറഞ്ഞതും അലക്സ് അവളുടെ തലയിലൊന്ന് കൊട്ടി. നീ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വന്നോ. അവിടെ ജോലിയില്ലെങ്കിൽ പോലും നിനക്ക് ഞാൻ ശമ്പളം തന്നോളാം. നിനക്കതുപോരെ? അവൻ ചിരിയോടെ പറഞ്ഞു. അവൻ അവളോട് യാത്ര പറഞ്ഞിട്ട് മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി. പാത്തു അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ പോകുവാടി. പാത്തു അവളുടെ കയ്യിൽ പിടിച്ച് കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. പോയിട്ട് വാടി. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കണം. പിന്നെ ഒന്നിൽ നിന്ന് ഒളിച്ചോടാൻ നിൽക്കരുത്.
നീ പറയുന്നത് പോലെ അലക്സേട്ടൻ വെറും പാവവും കൂളുമാണ്. സോ എന്ത് പ്രശ്നം ഉണ്ടായാലും നീ ചേട്ടനോട് തുറന്ന് പറയണം കേട്ടോ. നീ ഇന്ന് വരെ എന്നോട് അവിടെ നിനക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നോട് മനഃപൂർവ്വം അങ്ങോട്ട് ചോദിക്കാഞ്ഞതാ, നിന്റെ ഹാപ്പിനെസ് ഇല്ലാതെയാക്കണ്ട എന്ന് കരുതിയിട്ട്. നീ അവിടെ എല്ലാവരെയും വിളിക്കും, സംസാരിക്കും, എന്നാൽ ചേട്ടനെ മാത്രം നീ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നു. ചേട്ടനെ നീ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് ചേട്ടൻ അവിടെ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് ഇതുവരെ. നിങ്ങൾ എപ്പോഴും വിളിയും മറ്റും ഉണ്ടെന്നാ അവിടെ എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത്. അവിടെ പോലും നിന്നെ കുറ്റക്കാരിയാക്കാനോ ഒന്നും ചേട്ടൻ ശ്രമിച്ചിട്ടില്ല. അത്രയും നിന്നെ സ്നേഹിക്കുന്ന ആ ചേട്ടനെയാണോ നീ ഇതുവരെ അകറ്റി നിർത്തിയത്? അന്ന കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു. അന്ന, എന്നോടൊന്നും നീ പറയരുത്. എനിക്കറിയാം ഇച്ചായൻ എന്നെ ഒന്ന് നുള്ളി നോവിക്കുന്നത് പോയിട്ട് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്താൻ പോലും ഇച്ചായൻ ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല. എന്നെ മറ്റുള്ളവർ ഓരോന്ന് പറയുമ്പോൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ നിന്നിട്ടുള്ളൂ. എനിക്കറിയാം എൻ്റെ ഭാഗ്യമായിരുന്നു എൻ്റെ ഇച്ചായനെന്ന്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ അങ്ങ് തോന്നിയടി. ഇവിടേക്ക് വന്ന് നിന്നപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ എനിക്ക് ഇച്ചായൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് തോന്നും. ഇവിടുത്തെ പഠിപ്പും മറ്റും നിർത്തിയിട്ട് അവിടെ പോയി ഇച്ചായൻ്റെ നെഞ്ചിൽ ചുരുണ്ടു കൂടണമെന്ന് തോന്നും. അതിനു വേണ്ടിയിട്ട് ആ ഒരു തോന്നൽ മാറിക്കിട്ടാനാണ് ഞാൻ മനഃപൂർവ്വം ഇച്ചായനെ ഒഴിവാക്കിയത്. പിന്നെ അങ്ങനെ ഞാൻ ഒഴിവാക്കുമ്പോൾ ഇച്ചായൻ എന്നോട് ദേഷ്യം തോന്നി എന്നെ വേണ്ടെന്ന് വെക്കുന്നെങ്കിൽ വെക്കട്ടെ എന്ന് കരുതി. എനിക്കറിയായിരുന്നു ഞാൻ ഈ കാണിക്കുന്നതിന് ഒരിക്കൽ ഇച്ചായൻ എന്നെ തേടി വരുമെന്ന്. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അന്നയോട് പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ ചേട്ടൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. നിന്നെ മാത്രമേ ചേട്ടൻ ഭാര്യയായിട്ട് കണ്ടിട്ടുള്ളൂ. അതിനെ ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആരൊക്കെ ചേട്ടനെ തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ നെഞ്ചിൽ മൊത്തം നീയാണ്. ഇവിടെ വന്നിട്ട് തന്നെ നീ ഡ്രസ്സ് എടുത്ത് വെക്കാൻ പോയ സമയം അത്രയും നിന്നെപ്പറ്റി അല്ലാതെ ചേട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ കാണാതിരുന്നപ്പോൾ, നിന്റെ സംസാരം കേൾക്കാതിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചേട്ടൻ്റെ വിഷമവും മറ്റും, പിന്നെ നീ വിളിക്കാറും സംസാരിക്കാറും ഒന്നും ഇല്ലായിരുന്നെന്ന് ചേട്ടൻ്റെ വീട്ടുകാർക്കോ നിന്റെ വീട്ടുകാർക്കോ ഒന്നും അറിയില്ല എന്നും ചേട്ടൻ പറഞ്ഞു. അങ്ങനെ നിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കിടയിൽ സംസാരമായി വന്നത്. എനിക്ക് അപ്പോഴേക്കും മനസ്സിലായി ചേട്ടൻ്റെ ഉള്ളിൽ നിറയെ നീയാണെന്ന്. അന്ന ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും അവൾ തിരിഞ്ഞ് അലക്സിനെ നോക്കി. അവൻ ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. നീ പോയിട്ട് വാ, ചെല്ല്. നീ വരുവോ നാട്ടിലേക്ക്? എനിക്ക് ചേട്ടൻ ഓഫർ തന്നിട്ടില്ലേ, പിന്നെ ഞാൻ എന്തിനാടി ഇവിടെ ഒറ്റയ്ക്ക്? വരാം. ഇവിടെ റിസൈൻ ചെയ്തിട്ട് വീട്ടിലേക്കൊന്ന് പോകണം. കുറേ ആയില്ലേ പോയിട്ട്. അവിടെ ഒരു 2 മാസം നിൽക്കണം. എന്നിട്ട് ഞാൻ വരും. അപ്പോഴേക്കും പിണക്കങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തിട്ട് ഒരു കുഞ്ഞു പാത്തുവിനെയോ അലക്സിനെയോ എനിക്ക് തരണം. അന്ന അവളുടെ വയറ്റിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞതും പാത്തു ഒന്ന് ചിരിച്ചു. പോയിട്ട് വരട്ടെ. പാത്തു പറഞ്ഞതും അന്ന തലയാട്ടി. അവൾ അന്നയെ ഒന്ന് ഇറുക്കി കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. അവളെ കണ്ടതും അലക്സ് ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു. പോട്ടെ മോളെ, അവൻ അന്നയെ നോക്കി പറഞ്ഞു. ശരിയേട്ടാ. അവളും തലയാട്ടി. അവൻ മുൻപിൽ നടന്നതും പാത്തു അവളെ നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിട്ട് അവൻ്റെ പുറകെ നടന്നു. അവൻ അവളെ നോക്കാതെ മുൻപിലും അവൾ അവൻ്റെ പുറകിലുമായിട്ടായിരുന്നു നടന്നിരുന്നത്. അവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. അവളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അവൻ കാറെടുത്തു. ഇച്ഛായ. അവളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാണെന്ന് മനസ്സിലായ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അവൻ അവളുടെ കൈകളെ തട്ടിയെറിഞ്ഞു. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി. എന്നാൽ അവൻ അവളെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. അവൻ മൈൻഡ് ചെയ്യാഞ്ഞതും അവൾ നിറഞ്ഞു വന്ന കണ്ണുനീരിനെ തുടച്ചിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. അവൻ അവളെയും കൊണ്ട് ഒരു വലിയ ഹോട്ടലിന് മുറ്റത്തേക്ക് കാറ് കൊണ്ട് നിർത്തി. ഇറങ്ങ്, അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇന്നിവിടെയാ താമസിക്കാൻ പോകുന്നത്, ഇറങ്ങ്. അവൻ വീണ്ടും പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഡോറ് തുറന്നു. അവനും ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി. അവളുടെ അവൻ്റെ ലഗേജ് എടുത്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെ സ്റ്റെപ്പിൽ വെച്ചിട്ട് അവൻ വീണ്ടും ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാം. അവൻ ഗ്ലാസ് തുറന്നുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ കാർ പാർക്ക് ചെയ്യാൻ പോയതും അവൾ അവനെ നോക്കി അവിടെ തന്നെ നിന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ കാർ പാർക്ക് ചെയ്തിട്ട് വന്നു. ലഗേജും മറ്റുമായിട്ട് അവൻ റിസപ്ഷനിലേക്ക് നടന്നു. ഒരു റൂം പറഞ്ഞതും അവർ അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് കീ എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ അവളെ നോക്കിയിട്ട് മുൻപിലേക്ക് നടന്നതും അവൾ അവൻ്റെ പുറകെ വെച്ച് പിടിച്ചു. അവൻ റൂമിൻ്റെ വാതിൽക്കൽ ചെന്നിട്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. അവളും അതിന് പുറകെ കയറി. വലിയ വിശാലമായ ഒരു റൂമായിരുന്നു അത്. നിനക്ക് ഫ്രഷ് ആകണമെങ്കിൽ പോയി ഫ്രഷ് ആയിക്കോ, ഞാൻ ഫുഡിന് പറയാം. അവൻ കനപ്പിച്ച് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. എന്താ, നിനക്കിപ്പോൾ നാവില്ലേ? അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനതിന് നിന്നെ എന്തേലും ചെയ്തോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? അന്യരോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കുന്ന എന്തിനാ? അവൾ പരാതിയോടെ പറഞ്ഞതും അവൻ നിനക്കറിയില്ലേ എന്ന ഭാവത്തിൽ ദേഷ്യത്തോടെ അവളെ നോക്കി. ഞാൻ എന്തേലും പറഞ്ഞാൽ കൂടിപ്പോകും. ഒന്നും അറിയാത്തതുപോലെ നീ എന്നോട് അഭിനയിക്കരുത്, പറഞ്ഞേക്കാം. നിനക്കറിയില്ലേ എനിക്ക് എന്തിനാ നിന്നോട് ദേഷ്യമെന്ന്? അറിയില്ലേടി? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. എന്നോട് ദേഷ്യമാണെങ്കിൽ പിന്നെ എന്നെ കൊണ്ടുപോകാൻ വന്നത് എന്തിനാ? ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നില്ലേ? അവൾ കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു. അതോ, എനിക്കൊരു കുഞ്ഞിനെ വേണം.
അതിന് എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി വന്നതാ ഞാൻ. വയസ്സ് 10-30 കഴിഞ്ഞില്ലേ? എനിക്കും വേണ്ടേ അവകാശികൾ? അവൻ കൈകൾ മാറിൽ കെട്ടി കരപ്പിച്ച് പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി.